നമസ്കാരം. ഹമാസിന്റെ ഉറ്റ സുഹൃത്ത് ആരാണ്? ഈജിപ്ത്, ജോർദാൻ, ഹിസ്ബുള്ള, ഇറാൻ, റാമല്ല ആസ്ഥാനമായുള്ള പലസ്തീൻ അതോറിറ്റി? ഉത്തരം എന്തായാലും മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. ഈജിപ്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എൽ സിസി പരമാവധി ശ്രമിച്ച മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ശാഖയായ ഹമാസിനോട് ഈജിപ്തിന് ഒരു സ്നേഹവുമില്ല. ജോർദാനിൽ സ്ഥിരതാമസമാക്കിയ നിരവധി പലസ്തീനികളുണ്ട്. അവർക്ക് ഒരു അവസരം ലഭിച്ചാൽ അമ്മാനിലെ രാജവാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ മുൻഗണന നൽകും. ഇസ്രായേൽ തങ്ങളുടെ ഉന്നത നേതൃത്വത്തെ ഇല്ലാതാക്കുകയും ഒരു സന്ധിക്ക് തയ്യാറാകുന്നിടത്തോളം അതിനെ ദുർബലപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം ഹിസ്ബുള്ള ഇതിനകം തന്നെ വളരെ ദുർബലമായി. ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യാൻ ഇറാൻ ചില ധീരമായ നടപടികൾ സ്വീകരിച്ചു. പക്ഷേ വാഷിംഗ്ടണിലെ പട്ടണത്തിൽ ഒരു പുതിയ ഷെറീഫ് ഉണ്ടെന്ന് കണക്കിലെടുക്കുമ്പോൾ അത് ഇനി വിലപ്പോവില്ലെന്നാണ് തോന്നുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനേക്കാൾ പലസ്തീൻ അതോറിറ്റി ഹമാസിനെ വെറുക്കുന്നു. അപ്പോൾ പിന്നെ ഹമാസിന്റെ ഉറ്റ സുഹൃത്ത് ആരാണ്? ഞെട്ടരുത്, അത് മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗസയിൽ താമസിക്കുന്ന പലസ്തീനികൾ ഗസ വിടണമെന്നും ഈജിപ്തും ജോർദാനും അവരെ സ്വീകരിക്കണമെന്നും ട്രംപ് പറഞ്ഞപ്പോൾ ആളുകൾ കരുതിയത് അദ്ദേഹം വെറും പൊയ്വടി വെച്ചതാണെന്നാണ്. ഈജിപ്തും ജോർദാനും തന്റെ നിർദ്ദേശം നിരസിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് അവർ സമ്മതിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ്. അതേ ദിവസം നെതന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം തന്റെ നിർദ്ദേശത്തെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ചു. ഗസ ഇന്ന് ഒരു യുദ്ധാവശിഷ്ടമാണെന്നും പൊട്ടാത്ത മൈനുകളും ബോംബുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നും ഗസക്കാർക്ക് തിരിച്ചു വരാൻ വീടുകളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഗസ നിവാസികൾ തന്റെ ആശയത്തെ സ്വാഗതം ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കുന്നതിലൂടെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനും നല്ല ജോലികൾ ഏറ്റെടുക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും മറ്റും കഴിയും. ദ്വിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകാൻ നിന്നില്ല. തന്റെ നിർദ്ദേശത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ഒരു സംശയവും അവശേഷിക്കാതിരിക്കാൻ ആവശ്യമെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ അയച്ചുകൊണ്ട് അമേരിക്ക ഗസയെ ഏറ്റെടുക്കും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂയോർക്ക് ടൈംസ് കോളമിസ്റ്റ് പീറ്റർ ബേക്കർ പറഞ്ഞത് വൈകാതെ 2 രാഷ്ട്രങ്ങൾ ഉണ്ടാകും എന്നാണ്. ഇസ്രായേലും മറ്റൊരു അമേരിക്കൻ സ്പോൺസേർഡ് രാഷ്ട്രവും. അമേരിക്ക ഗസ സ്വന്തമാക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്ക ഗസ വികസിപ്പിക്കും. 15 വർഷത്തിനുള്ളിൽ അത് മധ്യേഷ്യയിലെ സുപ്രധാന കേന്ദ്രമായി മാറും. പലസ്തീനികൾ മാത്രമല്ല, ഏത് രാജ്യത്തു നിന്നുമുള്ള ആർക്കും ഗസയിൽ സ്ഥിരതാമസമാക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകും. ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റിനോടുള്ള ആസക്തി ആഴ്ചതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പനാമ, ഗ്രീൻലാൻഡ്, ഇപ്പോൾ ഗസ മുനമ്പ്, ഈ 3 സ്ഥലങ്ങൾക്കും തന്ത്രപരമായി വളരെ പ്രാധാന്യമുണ്ടെന്നത് ശ്രദ്ധേയമാണ്. ട്രംപിന്റെ പദ്ധതി ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും പലസ്തീനികളെ ഹമാസിന് പിന്നിൽ ഒന്നിപ്പിക്കും. ഈജിപ്തും ജോർദാനും അദ്ദേഹത്തിന്റെ പദ്ധതിയെ നിരാകരിച്ചു. ഈ നിർദ്ദേശത്തിനെതിരെ ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന അറബ് രാജ്യങ്ങളുടെ ഐക്യമുന്നണി രൂപപ്പെടുന്നതിലേക്ക് നയിച്ചു. ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ആഗ്രഹിക്കുന്ന സൗദി അറേബ്യയ്ക്ക് ത്രികക്ഷി ചർച്ചകൾ തുടരാൻ കഴിയില്ല. ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം ഉറപ്പാക്കണമെന്ന് അവർ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ജനങ്ങൾക്കിടയിൽ ഹമാസിന്റെ ജനപ്രീതിയും അനുയായികളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 3 ഘട്ടങ്ങളുള്ള വെടിനിർത്തൽ കരാറിനെ ഈ നിർദ്ദേശം എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. ട്രംപിന്റെ നിർദ്ദേശം നെതന്യാഹുവിന്റെ കാതുകളിൽ സംഗീതമായാണ് അനുഭവപ്പെട്ടത്. ഹമാസുമായി ഒപ്പുവെച്ച 3 ഘട്ട വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് ട്രംപ് മുഴുവൻ കാര്യവും വ്യത്യസ്തമായ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോയി എന്ന് നെതന്യാഹു പറഞ്ഞു. 4 ആഴ്ചകൾക്കുള്ളിൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ അധിനിവേശത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ നെതന്യാഹുവിന്റെ സന്തോഷം ഒന്നുകൂടി വർദ്ധിച്ചു. തീർച്ചയായും ഗസയിലെ ജനങ്ങൾക്ക് അവരുടെ വീടുകളോട് ആഴമുള്ള അടുപ്പമുണ്ട്. 1948 യുദ്ധത്തിന് ശേഷം ഇസ്രായേലിലെ വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരായ അഭയാർത്ഥികളുടെ പിൻഗാമികളാണ് അവരിൽ ഭൂരിഭാഗവും. ട്രംപിന്റെ ആശയങ്ങളെ അവർ പൂർണ്ണമായും നിരസിക്കുന്നു. അവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, അതായത് അവരെ പുറത്താക്കിയ ഇസ്രായേലിലെ അവരുടെ വീടുകൾ. അവരിൽ പലർക്കും ഇപ്പോഴും ആ വീടുകളുടെ ഉടമസ്ഥാവകാശത്തിന്റെ നിയമപരമായ രേഖകളുണ്ട്. എല്ലാറ്റിനുമുപരി അവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള അവരുടെ അവകാശം UN പ്രമേയം 194 ആർട്ടിക്കിൾ 11 വ്യക്തമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഫലത്തിൽ ഇസ്രായേലിലെ തീവ്ര യാഥാസ്ഥിതികർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെ
ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ആ വീടുകളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന ഇസ്രായേലികൾക്ക് ഗസയിലേക്ക് കുടിയേറാൻ സ്വാതന്ത്ര്യമുണ്ടാകും. ഈജിപ്തും ജോർദാനും ഗസ വിടുന്ന പലസ്തീനികളെ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശത്തെ തള്ളിയെങ്കിലും മറ്റേതെങ്കിലും ഒരു രാഷ്ട്രം ട്രംപിന്റെ ആവശ്യം നിറവേറ്റാൻ മുന്നോട്ട് വന്നുകൂടായികയില്ല. ഹമാസിലുള്ള വിശ്വാസം ഗസ ജനത എത്ര കാലം കാത്തുസൂക്ഷിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും അതെല്ലാം.